ലക്ഷങ്ങൾ കൂട്ടിവെച്ചാൽ മാത്രമേ ഒരു വീട് നിർമ്മിക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് പൊതുവെയുള്ള ഒരു ധാരണ. എന്നാൽ ഈ ധാരണയെ മാറ്റിമറിക്കുകയാണ് തിരുവനന്തപുരത്ത് ഹാബിറ്റാറ്റ് ഗ്രൂപ്പ്സ് നിർമ്മിച്ച 1 ലക്ഷം രൂപയുടെ വീട്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഈ അത്ഭുതത്തിലേക്കാണ് ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുന്നത്. ഒന്നേകാൽ സെന്റ് സ്ഥലത്ത് 360 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ചെലവ് കൃത്യമായി പറഞ്ഞാൽ 95,000 രൂപ മാത്രം. 4 ശമ്പളം വാങ്ങി വാടകയും മറ്റു വീട്ടുചെലവുകളുമായി രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരന്റെ വീടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ ഇനി നമുക്ക് ലക്ഷം രൂപയുടെ വീട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് തിരിച്ചുവിടാം. ഉദാഹരണമായി പറഞ്ഞാൽ 1 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായുള്ള 4,000-5,000 രൂപ മാസവരുമാനമുള്ള ഒരാൾ 1 ലക്ഷം രൂപ ദീർഘകാല ഭവന വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കേണ്ട മാസത്തവണ ശരാശരി 10% പലിശ നിരക്ക് വെച്ച് വെറും 1,000 രൂപ മാത്രം. നഗരങ്ങളിൽ 2,500-3,000 രൂപ വാടക നിരക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ വഴി സ്വീകരിച്ചാൽ സാമ്പത്തിക ലാഭത്തോടൊപ്പം സ്വന്തമായി ഒരു വീടുമായി. ഇനി 1 ലക്ഷം രൂപ കൊടുത്ത് നഗരത്തിന് സമീപം 1-1.5 സെന്റ് ഭൂമി വാങ്ങി അതിൽ ഇത്തരമൊരു വീട് നിർമ്മിച്ചാൽ പോലും മാസം വരുന്ന തിരിച്ചടവ് 2,000 രൂപ മാത്രം. അപ്പോഴും വാടക കാശും മനസംതൃപ്തിയും ബാക്കി. ഈ വീടുകൾ പണിയുന്നതിന്റെ രണ്ട് പാഠഭേദങ്ങളുണ്ട്. ഒന്ന്, ചെറിയ വീടുകൾ പണിയുക എന്നുള്ളത് നമ്മുടെ മലയാള മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ചെറുതും ലളിതവുമായ വീടുകൾ പണിയുക എന്നുള്ള ആശയം മലയാളിയിലേക്ക് തിരിച്ചുകൊണ്ടുവരും. രണ്ടാമത്, ഈ കേരളീയ വാസ്തുശില്പ ഈ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് ഈ വളരുന്ന വീട് എന്ന സങ്കല്പമായിരുന്നു. ആദ്യം നമ്മുടെ സാമ്പത്തിക പരിമിതി അനുസരിച്ച് ആദ്യം ചെറിയൊരു വീട് പണിയുക. ചെറിയൊരു വീട് പണിഞ്ഞിട്ട് നമ്മളുടെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുന്നതനുസരിച്ച് 1 മുറി 2 മുറി കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വീട്ടിലേക്ക് വരിക. ചെറിയ സ്ഥലങ്ങളിൽ വീട് വെക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സ്ഥലം നിങ്ങൾക്കറിയാം, ഈ വില കാരണം അതിന്റെ ദൗർലഭ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചെറിയ സ്ഥലത്ത് 2 സെന്റ് സ്ഥലത്തിനകത്ത് 1.5 സെന്റ് സ്ഥലത്തിനകത്തും നമുക്ക് സാധാരണക്കാരന് വീട് വെക്കാം എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള പാഠം, സാമൂഹ്യ പാഠം. ഈ വീടിന്റെ പ്ലാൻ എങ്ങനെയാണെന്നല്ലേ? 150x150 സ്ക്വയർ സെന്റിമീറ്റർ വലിപ്പമുണ്ട് സിറ്റ് ഔട്ടിന്. നേരെ പ്രവേശിക്കുന്നത് 420x240 സ്ക്വയർ സെന്റിമീറ്റർ വലിപ്പമുള്ള ഹാളിലേക്ക്. ഡൈനിംഗ് റൂമായും ലിവിംഗ് റൂമായും അത്യാവശ്യ ഘട്ടങ്ങളിൽ കിടപ്പുമുറിയായും ഈ ഹാൾ ഉപയോഗിക്കാം. 270x240 സ്ക്വയർ സെന്റിമീറ്റർ വലിപ്പമുണ്ട് ബെഡ്റൂമിന്. ഒരു ഡബിൾ കോട്ട് കട്ടിലും അലമാരയും മേശയും ഇടാനുള്ള വലിപ്പം ഈ ബെഡ്റൂമിന് ഉണ്ട്. 150x180 സ്ക്വയർ സെന്റിമീറ്റർ വലിപ്പമുള്ളതാണ് അടുക്കള. പുറത്തുകൂടിയാണ് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നത്. 150x150 സ്ക്വയർ സെന്റിമീറ്ററാണ് ടോയ്ലറ്റിന്റെ വലിപ്പം. വീടിന്റെ 2ാം ഘട്ടം പണിയുമ്പോൾ അടുക്കളയുടെ നീളം 3 മീറ്റർ കൂട്ടുമ്പോൾ വലിപ്പം ആവശ്യത്തിനായി. വീതി പഴയതു തന്നെ. കൂടാതെ ഹാളിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിൽ ഒരു പുതിയ ബെഡ്റൂം കൂടി 300x270 സ്ക്വയർ സെന്റിമീറ്റർ വലിപ്പത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നിർമ്മാണ ചെലവ് 3 ലക്ഷം രൂപ. 3ാം ഘട്ടത്തിൽ ഹാളിന്റെ വലതുവശത്തെ ഭിത്തി പകുതി പൊളിച്ച് മുകളിലേക്ക് സ്റ്റെയർകേസ്. സ്റ്റെയർകേസിനടിയിൽ 150x180 സ്ക്വയർ സെന്റിമീറ്റർ വലിപ്പത്തിൽ ഒരു ടോയ്ലറ്റ് ഹാളിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിൽ പണിയാം. 2ാം നിലയിൽ 300x270 സ്ക്വയർ സെന്റിമീറ്റർ വലിപ്പത്തിൽ ഒരു ബെഡ്റൂമും 150x150 സ്ക്വയർ സെന്റിമീറ്റർ വലിപ്പത്തിൽ ഒരു ടോയ്ലറ്റും. 2 നിലയിലായി 3 ബെഡ്റൂം വരുന്ന ഈ വീടിന്റെ ചെലവ് 5 ലക്ഷം രൂപയാണ്. അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം സാധ്യമാക്കിയിരിക്കുകയാണ് ഹാബിറ്റാറ്റ് ഗ്രൂപ്പിന്റെ അമരക്കാരനായ ആർക്കിടെക്ട് ജി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വാസ്തുശില്പികൾ. 1 ലക്ഷത്തിൽ താഴെ നിർമ്മാണ ചെലവ് വരുന്ന ഒരു വീട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതവും ആശ്ചര്യവും ഒക്കെ തോന്നാം. ഇങ്ങനെ തോന്നുന്നവർക്ക് തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ വിദ്യാധിരാജ നഗറിലുള്ള ഈ വീട് വന്ന് കണ്ടു ബോധ്യപ്പെടാം. ഇനി ഈ വീടിന്റെ വിവിധ നിർമ്മാണ ഘട്ടങ്ങളിലേക്ക്. 1.5 അടി മണ്ണിനടിയിലേക്കും 1.5 അടി മണ്ണിന്റെ മുകളിലേക്കും കരിങ്കല്ലു കെട്ടിയാണ് അടിത്തറ തയ്യാറാക്കിയിരിക്കുന്നത്. മണ്ണിനടിയിലെ ഭാഗം കരിങ്കൽ അടുക്കിക്കെട്ടിയും മുകളിലേക്കുള്ളത് ചെളിയിൽ കെട്ടി സിമന്റ് കൊണ്ട് പോയിന്റ് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. 2 നില വീടിന് ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് ഈ അടിത്തറ ധാരാളം.
13 ഇഞ്ച് നീളവും 6 ഇഞ്ച് കനവും 6 ഇഞ്ച് വീതിയുമുള്ള സിമന്റ് ഹോളോ ബ്ലോക്കുകൾ ചാന്തുപയോഗിച്ച് കെട്ടിയാണ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. പാരപ്പറ്റിന് ചെറിയ അളവിലുള്ള ഹോളോ ബ്ലോക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉൾച്ചുമരുകൾ പൂർണ്ണമായും സിമന്റ് കൊണ്ട് തേച്ചും പുറംഭാഗം രൂപഭംഗിക്കായി ഡിസൈൻ ചെയ്തു തേച്ചും ബാക്കി ഭാഗം പോയിന്റും ചെയ്തിരിക്കുന്നു. മേൽക്കൂരയിലെ കോൺക്രീറ്റും ചെലവ് കുറയ്ക്കുന്ന രീതിയിലാണ് വാർത്തിരിക്കുന്നത്. 13 ഇഞ്ച് നീളത്തിലും 19 ഇഞ്ച് വീതിയിലും 8 മില്ലിമീറ്റർ കമ്പി കെട്ടി അതിനിടയിൽ ഒന്നിനു മുകളിൽ ഒന്നായി 5-ാം തരം മേച്ചിലോട് നിരത്തിയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. 30-35% ചിലവ് കുറയുന്നതോടൊപ്പം വീടിനകത്തെ ചൂടിനും താരതമ്യേന കുറവ് കിട്ടും. തടിയുടെ ഉപയോഗം കുറച്ചുള്ള നിർമ്മാണ രീതി ആയതുകൊണ്ട് വാതിൽ കട്ടളകൾ സിമന്റിന്റേതാണ്. ആഞ്ഞിലി തടിയിലാണ് കതക് തീർത്തിരിക്കുന്നത്. ജനാലകൾ പൂർണ്ണമായും മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗിനും അധികം ആഡംബരമില്ല. ഉപയോഗശൂന്യമായ ഇഷ്ടിക കഷ്ണങ്ങൾ നിരത്തി അതിനു മുകളിൽ സിമന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്ത് മിനുസപ്പെടുത്തിയ തറയാണ് ഈ വീട്ടിൽ. തടിയിലുള്ള ഫ്രെയിമിന് മുകളിൽ ഗ്രാനൈറ്റ് സ്ലാബ് ഉറപ്പിച്ചാണ് അടുക്കളയുടെ പാതകം തയ്യാറാക്കിയിരിക്കുന്നത്. ഒറീസ പാനാണ് ടോയ്ലറ്റ് ക്ലോസറ്റ്. ടോയ്ലറ്റ് ചുമരിന്റെ പകുതി ഭാഗം സെറാമിക് ടൈൽ പതിച്ചിരിക്കുന്നു. ഓരോ മുറിയിലും ഒരു ലൈറ്റ്, ഒരു ഫാൻ, ഒരു പ്ലഗ് പോയിന്റ് എന്നിങ്ങനെ അത്യാവശ്യം വേണ്ട ഇലക്ട്രിഫിക്കേഷനും ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഉറപ്പിനു വേണ്ട ശാസ്ത്രീയ മാനദണ്ഡങ്ങളെല്ലാം ഈ വീടിന് അവകാശപ്പെടാമെന്ന് ഹാബിറ്റാറ്റ് പറയുന്നു. നിർമ്മാണ സാമഗ്രികൾ, നിർമ്മാണ രീതി, തൊഴിലാളി വിനിയോഗം എന്നിവയുടെ തിരഞ്ഞെടുപ്പും തീരുമാനവും നിർമ്മാണ ചെലവ് 95,000 രൂപയിൽ നിർത്താൻ സഹായിച്ചു. അടിത്തറ 9,000 രൂപ, ഭിത്തിയും മേൽക്കൂരയും 40,000 രൂപ, വാതിലും ജനലുകളും 12,000 രൂപ, തേപ്പും തറയും പെയിന്റിംഗും 28,000 രൂപ, ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് സാനിറ്ററി 6,000 രൂപ. ഇങ്ങനെ ആകെ 95,000 രൂപയാണ് വിവിധ ഘട്ടങ്ങളിൽ വന്ന ചെലവ്. ഉറപ്പുള്ള മണ്ണ്, അതുപോലെ നിർമ്മാണ സ്ഥലത്തേക്ക് ലോറി എത്തുന്നതിനുള്ള വഴി സൗകര്യം, നിർമ്മാണ സാമഗ്രികൾ സമീപ സ്ഥലത്തുനിന്ന് തന്നെ കിട്ടുന്നതിനുള്ള സൗകര്യം, ഉടമസ്ഥന്റെ പൂർണ്ണ സഹകരണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ 95,000 രൂപയിൽ തന്നെ ഈ വീടിന്റെ പണി തീർക്കാമെന്നാണ് ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് പറയുന്നത്. കുറഞ്ഞ നിർമ്മാണ ചെലവ്, വീട് നിർമ്മിക്കാൻ കുറഞ്ഞ സ്ഥലം, പ്രകൃതിയോട് ഇണങ്ങിയുള്ള നിൽപ്പ്, ഇഷ്ടം പോലെ കാറ്റും വെളിച്ചവും മുറികളിൽ ലഭിക്കുന്ന നിർമ്മാണ രീതി, താരതമ്യേന വീടിനകത്തെ കുറഞ്ഞ ചൂട്, സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനനുസരിച്ച് 2-3 ബെഡ്റൂമുള്ള വീടാക്കി വലുതാക്കാൻ കഴിയുന്ന പ്ലാൻ, 2 നിലയ്ക്കുള്ള അടിത്തറ, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടുള്ള വീടിന്റെ പൂർത്തീകരണം, ഇവയൊക്കെ ഈ വീടിന്റെ നേട്ടങ്ങളായി കണക്കാക്കാം. ഒരു ചെറിയ കുടുംബത്തിന് കഴിയാനുള്ള സ്ഥലസൗകര്യമേ ഈ വീട് നൽകുന്നുള്ളൂ എന്നത് വേണമെങ്കിൽ ഒരു കുറവായി കാണാം. സ്ത്രീകൾക്ക് അടുക്കള തീരെ ചെറുതായി പോയില്ലേ എന്നും തോന്നാം. പക്ഷെ 95,000 രൂപയെ ഈ വീടിന് വരൂ എന്നത് ഈ കൊച്ചുകുറവുകളെ മാറ്റി നിർത്തും. കണക്ക് കൂട്ടിയതിലും ഏറെ തുക ചെലവാകുമ്പോൾ